ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ 2025 ജനുവരി 30 വ്യാഴാഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്നുള്ള പരീക്ഷയുണ്ട്. 673/2023 എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിൽ കൺഫർമേഷൻ നൽകാനുള്ള തീയതി 11-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. സോ ആ തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു എക്സാം കലണ്ടർ സാധാരണയായിട്ട് വരാറുണ്ട്. എത്ര പേര് കൺഫർമേഷൻ നൽകി എന്നുള്ള വിവരം കാണിക്കുന്ന ഒരു എക്സാമിനേഷൻ കലണ്ടർ. സോ അതുപ്രകാരം 2450ഓളം പേര് കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാലോ? യെസ്. സോ കാറ്റഗറി നമ്പർ 673/2023 ആയിരുന്നു. നമുക്ക് 11-ാം തീയതി വരെ അല്ലേ, നവംബർ 11-ാം തീയതി വരെ അതിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി പറ്റും. സോ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 6575 ആയിരുന്നു. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും പേരൊന്നും കൺഫർമേഷൻ കൊടുക്കാൻ സാധ്യതയില്ല, ഇതിൻ്റെ ഒരു 70% ആൾക്കാർ മാത്രമേ കൺഫർമേഷൻ കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എത്രയാണെന്നറിയോ? 4125. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 62% പേര് മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ. കണ്ടില്ലേ, അത്രയും പേര് കുറഞ്ഞു. ഇത് നിങ്ങളുടെ കോമ്പറ്റീഷനെ ബാധിക്കുകയും ചെയ്യില്ല. കാരണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ കൺഫർമേഷൻ നൽകിയിട്ടുണ്ടാവും. പക്ഷേ മൊത്തത്തിലുള്ള ഒരു എണ്ണം കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇത്രയും പേര് പോയി പരീക്ഷ എഴുതുമോ? ഇല്ല. ഇതിൻ്റെ ഒരു 60-70% ആൾക്കാർ മാത്രമേ പോയിട്ട് പരീക്ഷ എഴുതുള്ളൂ. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2500-നും 3000-നും ഇടയിലുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ സാധ്യതയുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ 20 പേരുള്ള ഒരു എക്സാം ഹാളിൽ എത്ര പേരുണ്ടാവാറുണ്ട്? നിങ്ങളുടെ എക്സാം ഹാളിൽ മാക്സിമം 20 പേരാണ്. അതിൽ എത്ര പേരുണ്ടാവാറുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ? ഒരു ആവറേജ് ഒരു 12 പേരൊക്കെ മിക്കവാറും പരീക്ഷ ഹാളിൽ ഉണ്ടാവാറുള്ളൂ. 12, അത് തന്നെ എത്ര? 60%. ഓക്കെ, 12-14 എടുക്കാം. 60-70% ആൾക്കാർ മാത്രമേ എക്സാം എഴുതാൻ വേണ്ടി പോകാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീണ്ടും ആൾക്കാർ കുറയും അല്ലേ? യെസ്. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ ഈ നമ്പറൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ പ്രിപ്പയർ ചെയ്യാനൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ ആവും. ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതേപോലെ വയർമാൻ സീരീസിൽ നമ്മളൊരു ചെറിയൊരു ക്ലാസ്സുകൾ കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അതുപോലെ ഏതൊക്കെ ടെക്സ്റ്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ഉണ്ട്. അതും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക, ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. യെസ്. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ന്യൂസും അതേപോലെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്